ഹലോ, ഏവർക്കും സ്മാർട്ട് പീസ് ഓൺലൈൻ സ്വാഗതം. LGS മെയിൻസിന് വേണ്ടിയിട്ടുള്ള 9ാമത്തെ ക്ലാസ് ആണെന്ന്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യനും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ്. പിന്നെ നമുക്ക് LGS മെയിൻസിന് ഓൺലൈൻ ബാച്ച് ഉണ്ട്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി LGSന് ഒരു ബാച്ച് പോകുന്നുണ്ട്, അതിന് ഇനിയും ഡേറ്റ് ഇല്ലല്ലോ. അപ്പോൾ 7ാം തീയതി മുതലാണ് പുതിയ ബാച്ച് നമ്മൾ പോകുന്നത്. പിന്നെ നിങ്ങൾ ഇപ്പോൾ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് ആ യൂണിവേഴ്സിറ്റി LGS ബാച്ചിൻ്റെ കൂടെ പഠിച്ചു പോവാം കേട്ടോ. അപ്പോൾ 7ാം തീയതി മുതൽ നിങ്ങൾക്ക് ഒന്നേന്ന് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച് തരും. അപ്പോൾ അത്രയും ദിവസം ഗ്യാപ്പ് ഇടാൻ പറ്റാത്തവർക്ക് വേണമെങ്കിൽ ഇപ്പോഴും എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. ഇപ്പോഴും കുട്ടികൾ ജോയിൻ ചെയ്യുന്നുണ്ട്, അവർ ആ കൂട്ടത്തിൽ പഠിച്ചു പോകുന്നുണ്ട്. 7ാം തീയതി മുതൽ നമ്മൾ ഒന്നേന്ന് ടോപ്പിക്ക് എക്സാമും കാര്യങ്ങളും ഒക്കെ പോകും. പിന്നെ ക്ലാസ് വിടുന്നത് 6 മണി മുതൽ 8 മണി വരെയാണ്. പിന്നെ ഡെയിലി എക്സാംസും പിന്നെ റിവിഷൻസും കറണ്ട് അഫയേഴ്സിനും അതുപോലെ മാത്സിനൊക്കെ സ്പെഷ്യൽ റിവിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൈവ് ക്ലാസ് മാത്രമേ ഉള്ളൂ, റെഗുലർ ക്ലാസ് ഇല്ല. ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനിവിടെ നമ്പർ എടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യുക. പിന്നെ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പഠിക്കുക നിങ്ങൾ. ഓക്കെ, നമ്മൾ ഇത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ രീതിയിൽ തമാശയായിട്ടൊക്കെ ആയിരിക്കും പോകുന്നത്. പക്ഷേ നിങ്ങൾ പഠിക്കും ലാസ്റ്റ് കണ്ടു കഴിയുമ്പോൾ കേട്ടോ, പഠിച്ചു പോകുക എല്ലാവരും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകും. താഴെ തന്നിരിക്കുന്നതിൽ ജലജന്യ രോഗങ്ങൾ ഏതൊക്കെയെന്ന് ചോദ്യം. ജലജന്യ രോഗങ്ങൾ, ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, നോക്കിക്കോണേ. ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് ഇ, ലെപ്റ്റോസ്പൈറോസിസ്. ഇതിലിപ്പോൾ അതായത് ഓപ്ഷൻ അല്ല, 1, 2, 3, 4 ആണ്. ഹെപ്പറ്റൈറ്റിസ് ബിയും എങ്ങനെ പറയണത്? എടാ, എയും ഹെപ്പറ്റൈറ്റിസ് മഞ്ഞപ്പിത്തം എയും ഇയും പകരുന്നത് ജലത്തിലൂടെയാണ്. എയും ഇയും ലെപ്റ്റോസ്പൈറോസിസ് എന്താണ്? എലിപ്പനിയാണ്. മനസ്സിലായ? അപ്പോൾ ഇവിടെ ഏതൊക്കെ വരും? 1, 3, 4 ഏതൊക്കെയാണ്? 1, 3, 4. എടാ, എലിപ്പനി ലെപ്റ്റോസ്പൈറോസിസ് എന്ന ശാസ്ത്രം അറിയപ്പെടുന്നത്. എലിപ്പനി പകരുന്നത് എങ്ങനെയാണ്? ജലത്തിലൂടെയാണ്. ജലത്തിലൂടെ പകരുന്നത്. ജലത്തിലൂടെ മാത്രമല്ല, അതൊരു സൂണോട്ടിക് രോഗം കൂടെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സൂണോട്ടിക്? മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരുന്ന രോഗങ്ങളാണ് സൂണോട്ടിക് രോഗങ്ങൾ. അത് ഓർത്ത് വെച്ചോളൂ, ജലത്തിലൂടെ പകരുന്ന രോഗമാണ്. അതോടൊപ്പം എന്താണ്? സൂണോട്ടിക് രോഗമാണ്. അത് മാത്രമല്ല, അതൊരു ബാക്ടീരിയ രോഗമാണ്. മനസ്സിലായി? എലിപ്പനി എന്താണ്? ഒരു ബാക്ടീരിയ രോഗമാണ്. അതുപോലെ എലിപ്പനി കാരണമായ ബാക്ടീരിയ ആണ് ഇത് ലെപ്റ്റോസ്പൈറ. എന്താണ്? ലെപ്റ്റോസ്പൈറ. എന്താണ്? ലെപ്റ്റോസ്പൈറ. ഓക്കെ, ക്ലിയർ ആണ് ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, അപ്പം മഞ്ഞപ്പിത്തം അതായത് ഹെപ്പറ്റൈറ്റിസിന് ABCDEG അങ്ങനെ 6 വേരിയേഷൻ ഉണ്ട്. അതൊക്കെയാണ് ABCDEG അങ്ങനെ 6 വേരിയേഷൻ ഉണ്ട്. ഇതിൽ ഏറ്റവും മാരകമായ ഹെപ്പറ്റൈറ്റിസ് ബി ആണ്. ഹെപ്പറ്റൈറ്റിസ് ബി ആണ്. ഈ ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് രോഗം ബാധിക്കുന്ന ഏതാ വയറ്റെന്നറിയോ? കരളിനെയാണ് ബാധിക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ് കരൾ വീക്കമാണ്. ഹെപ്പറ്റൈറ്റിസ് എന്താണ്? കരൾ വീക്കം. അതായത് നമ്മുടെ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസമുണ്ട്. ഏതാണ്? പിത്തരസം. ബൈല്. കരൾ ഉൽപ്പാദിക്കുന്ന ദഹനരസമാണ് പിത്തരസം അല്ലെങ്കിൽ ബൈല്. ഈ പിത്തരസത്തിൻ്റെ ഉൽപ്പാദനം അത് നടക്കത്തില്ല, അത് പുറത്തേക്ക് വരാൻ പറ്റത്തില്ല ഹെപ്പറ്റൈറ്റിസ് ബാധിച്ചു കഴിഞ്ഞാൽ. എന്നിട്ട് എന്ത് ചെയ്യും? ഇത് കരളിൽ തന്നെ ഇങ്ങനെ നിറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഇത് വീർക്കും. കരൾ വീർത്ത് വരും. അപ്പോൾ അതാണ് കരൾ വീക്കം അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ്. അപ്പോൾ ഈ സമയത്ത് ഈ പറയുന്ന പിത്തരസം നമ്മളെ ബ്ലഡിലൊക്കെ കലർന്നിട്ട് നമ്മുടെ ബ്ലഡിലൊക്കെ മഞ്ഞ കാണപ്പെടും. നമ്മുടെ കണ്ണിന് എന്ത് ചെയ്യും? മഞ്ഞ കളർ കാണപ്പെടും. നമ്മുടെ നഖത്തിന് മഞ്ഞ കളർ കാണപ്പെടും കേട്ടോ. അതുപോലെ നമ്മുടെ മൂത്രത്തിലൊക്കെ എന്ത് ചെയ്യും? മഞ്ഞ കളർ. മൂത്രത്തിൻ്റെ കളർ എന്താണ്? മഞ്ഞ ആയിരിക്കുന്നത്. നീ നിന്റെ മൂത്രം കണ്ടിട്ടില്ലേ ഇതിന്റെ? മൂത്രത്തിന് നിറം ഇളം മഞ്ഞയാണ്. ഇളം മഞ്ഞ. നീ നാണിക്കുന്നത് എന്തിനാണ്? മൂത്രത്തിന് നിറം ഇളം മഞ്ഞയാണ്. ഇളം മഞ്ഞയാണ് കേട്ടോ. പ്രായത്തിൻ്റെ ഇതാണ് കേട്ടോ. ഇളം മഞ്ഞയാണ്. ഓക്കെ. അപ്പോൾ ഈ മൂത്രത്തിൽ കടുത്ത മഞ്ഞ നിറം കാണണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒന്നുകിൽ ഹെപ്പറ്റൈറ്റിസ് ആവാം, അല്ലെങ്കിൽ എന്താവാം? നിർജ്ജലീകരണം കേട്ടോ. നമുക്ക് ഡീഹൈഡ്രേഷൻ വരുമ്പോഴും നമ്മുടെ മൂത്രത്തിൽ എന്ത് ചെയ്യാറുണ്ട്? മഞ്ഞ നിറം കാണാറുണ്ട് അല്ലേ? ശരിയല്ലേ? അപ്പോൾ അതായത് നമുക്ക് നമ്മളെ ഈ ബ്ലഡിൽ ഈ പറയുന്ന പിത്തരസത്തിൻ്റെ അംശം, അതായത് എന്താണ്? ബൈലിന് നിറം കൊടുക്കുന്ന വർണ്ണവസം നമുക്കറിയാം. ഏതാണ്? ബിലിറൂബിനാണ് നിറം കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഈ കണ്ടന്റ് നമ്മുടെ ബ്ലഡിലോട്ട് വരുന്ന സമയത്ത് നമ്മുടെ കണ്ണിലും നമ്മുടെ നഖത്തിലും അതുപോലെ തന്നെ നമ്മുടെ മൂത്രത്തിലൊക്കെ ഈ മഞ്ഞ നിറം കൂടുതലായിട്ട് കാണപ്പെടും. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെച്ചോണം. അപ്പോൾ ഇങ്ങനെ ഈ കരൾ വീഴ്ത്തുന്ന രോഗമാണ് ഏത്? കരൾ വീക്കം അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ്. ഓക്കെ, അതുപോലെ ഈ നമ്മുടെ ഈ ബ്ലഡിൽ ഈ പറയുന്ന പിത്തരസത്തിൻ്റെ അംശം കൂടുതലുള്ള അവസ്ഥ അല്ലെങ്കിൽ ബിലിറൂബിൻ്റെ അവസ്ഥ കൂടുതലുള്ള അവസ്ഥ എന്ന് പറയുന്നതാണ് ജോണ്ടിസ്. ജോണ്ടിസ് മനസ്സിലായല്ലോ? ജോണ്ടിസ് അതായത് നമ്മുടെ രക്തത്തിൽ പിത്തരസത്തിൻ്റെ അംശം അല്ലെങ്കിൽ ബിലിറൂബിൻ്റെ അളവ് കൂടുതലുള്ള അവസ്ഥയെ പറയുന്ന പേരാണ് എന്ത്? ജോണ്ടിസ്. മനസ്സിലായല്ലോ അത്രയും? ഓക്കെ, പിന്നെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും മാരകമായ ഹെപ്പറ്റൈറ്റിസ് ആണ് ഹെപ്പറ്റൈറ്റിസ് ബി ആണ്. ഏറ്റവും മാരകമായ ഹെപ്പറ്റൈറ്റിസ്. ഓക്കെ, ആ ബി പകരുന്നത് നമുക്ക് HIV എങ്ങനെയൊക്കെ പകരും ആ മാർഗങ്ങളിലാണ്. മനസ്സിലായി? HIV എങ്ങനെയൊക്കെ പകരും? സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം, അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് സിറിഞ്ചിലൂടെ പകരും. വേറെ
ശരീര ദ്രവങ്ങളിൽ ശരീര ദ്രവങ്ങളിലൂടെ എന്ത് ചെയ്യും? പകരും. ഓക്കെ, ശരീരദ്രവങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഈ നമ്മൾ രക്തദാനം ചെയ്യുന്ന സമയത്ത് നീ ഇപ്പോൾ ഏതൊക്കെ പറഞ്ഞു? സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം. ഓക്കെ, അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക്, സിറിഞ്ച്, സുരക്ഷിതമല്ലാത്ത അണുമുക്തമാക്കാത്ത സിറിഞ്ച്, അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ. നാലാമത്തത് ഈ രക്തദാനം അവയവദാനം ഒക്കെ ചെയ്യുമ്പോഴും എന്ത് ചെയ്യാറുണ്ട്? ഈ പറയുന്ന എയ്ഡ്സ് പകരാറുണ്ട്, HIV എയ്ഡ്സ് എന്ത് ചെയ്യാറുണ്ട്? പകരാറുണ്ട്. ഓക്കെ, അതേപോലെയാണ് ഹെപ്പറ്റൈറ്റിസ് ബിയും എന്ത് ചെയ്യുന്നത്? പകരുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബി പകരുന്ന മാർഗ്ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിൽ പകരാം, അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പകരാം, അതുപോലെ തന്നെ ഈ ഇതിലൂടെ പകരാം, രക്തദാനം, അവയവദാനം അങ്ങനെ പകരാം. പിന്നെ ലാസ്റ്റ് പറഞ്ഞാൽ സിറിഞ്ച്, ആ രീതിയിലും പകരാം. പക്ഷേ ഇതിൽ എയും ഇയും ഹെപ്പറ്റൈറ്റിസ് എയും ഇയും പകരുന്നത് എങ്ങനെയാണ്? ജലത്തിലൂടെയാണ്. എന്താണ്? ജലത്തിലൂടെയാണ്. അപ്പോൾ ഇങ്ങനെ ഓർത്താൽ മതി, മലിനജലത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് ഏതൊക്കെയാണ്? എയും ഇയും. അത് പഠിക്കാൻ എളുപ്പമാണ്. നമ്മൾ മലിനജലം കണ്ടാൽ നമ്മൾ എന്താ പറയും? ഈ ഐ എന്ന് പറഞ്ഞ കോടൊക്കെ വെച്ച് മുമ്പ് പഠിപ്പിച്ചിരുന്നേടാ. പിന്നെ ഇപ്പോൾ എന്താ പറഞ്ഞത്? ഓക്കെ, എയും ഇയും. ഐയെ മലിനജലത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് ആണ് എയും ഇയും. ഐയെ എന്ന് ഓർത്ത് വെച്ചാൽ കേട്ടോ. ഐയെ. ഓക്കെ, ശരി. അടുത്ത് അപ്പം കുഴപ്പമുണ്ട്. രക്തത്തിലൂടെയും ശരീരദ്രവങ്ങളുടെയും പകരുന്ന ഹെപ്പറ്റൈറ്റിസ് ആണ് ഹെപ്പറ്റൈറ്റിസ് ബി. ഏറ്റവും മാരകമായ ഹെപ്പറ്റൈറ്റിസ് ബി ആണ്. ഹെപ്പറ്റൈറ്റിസ് ബിക്കെതിരെ ഉപയോഗിക്കുന്ന വാക്സിൻ, ഇതിനെതിരെ നമുക്ക് വാക്സിൻ, ബിക്കെതിരെ എന്തുണ്ട്? വാക്സിൻ ഉണ്ട്. ഈ വാക്സിനിൽ എന്താണ് പ്രധാന ഘടകം എന്ന് കേട്ട് കഴിഞ്ഞാൽ, ഈ ഹെപ്പറ്റൈറ്റിസ് എന്ത് രോഗമാണ്? ബാക്ടീരിയ വൈറസ് ആണ്? വൈറസ് രോഗമാണ്. ഹെപ്പറ്റൈറ്റിസ് വൈറസ് രോഗമാണ് കേട്ടോ. എലിപ്പനി ബാക്ടീരിയ രോഗമാണ്. ഹെപ്പറ്റൈറ്റിസ് എയ്ഡ്സ് ഒക്കെ വൈറസ് രോഗങ്ങളാണ്. ഓക്കെ, വൈറസ് രോഗമാണ്. ഇതിൽ ഹെപ്പറ്റൈറ്റിസ് ബിക്കെതിരെ ഉപയോഗിക്കുന്ന വാക്സിനിലെ മുഖ്യ ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗകാരികളുടെ കോശഭാഗങ്ങളാണ്. മനസ്സിലായി? രോഗകാരികളുടെ കോശഭാഗങ്ങൾ. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബിക്കെതിരെ ഉപയോഗിക്കുന്ന വാക്സിനിലെ പ്രധാന ഘടകം എന്താണ്? രോഗകാരികളുടെ കോശഭാഗങ്ങളാണ് കേട്ടോ. ഓക്കെ, ശരി. അടുത്ത ചോദ്യം, മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗം എന്നാണ് ചോദ്യം. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗം. ഓക്കെ, ഓപ്ഷൻ എ നിപ്പ, ഓപ്ഷൻ ബി ജാപ്പനീസ് എൻസെഫലൈറ്റിസ്. എന്താണ്? ജാപ്പനീസ് എൻസെഫലൈറ്റിസ്. ഓക്കെ, ഓപ്ഷൻ സി മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ രണ്ടും, ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. രണ്ടും. നിപ്പ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നതാണ്. ഓക്കെ, ജാപ്പനീസ് എൻസെഫലൈറ്റിസ് അതാണ് ജപ്പാൻ ജ്വരം. അതും എന്താണ്? മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നതാണ്. ഓക്കെ ആണല്ലോ. ശരി, അപ്പം ഓർത്ത് വെച്ചോണേ. ഒന്ന് പോസ് ചെയ്യണം. ശരി. അപ്പോൾ ഈ നിപ്പയും ജാപ്പനീസ് എൻസെഫലൈറ്റീസും എന്താണ്? മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നതാണ്. സൂണോട്ടിക് ഡിസീസുകളാണ്. മനസ്സിലായല്ലോ. ഓക്കെ, മനുഷ്യരിൽ നിന്ന് മനുഷ്യനിലേക്കോ, മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനിലേക്കോ എന്ത് പകരാം? നിപ്പ വൈറസ് പകരാം. എന്ത് പകരാം? നിപ്പ വൈറസ് പകരാം. ഓക്കെ, മനുഷ്യരിൽ നിന്ന് മനുഷ്യനിലേക്കോ, മൃഗങ്ങളിൽ നിന്ന് മൃഗങ്ങളിലേക്കോ നിപ്പ വൈറസ് എന്ത് ചെയ്യാം? പകരാം. ഈ നിപ്പ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നിപ്പ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമത്തിൻ്റെ പേരാണ്. മലേഷ്യയിൽ ഈ വൈറസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്ത ഗ്രാമങ്ങളിലെ ഒന്നാണ് പേരാണെന്ത്? നിപ്പ. ഓക്കെ, നിപ്പ എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിൻ്റെ പേരാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് എന്ത് ചെയ്തേനെ? ആദ്യമായിട്ട് പനക്കോട് പോരാ പറഞ്ഞു തരുമ്പോൾ ഒക്കെ ആവും. കുരിയാത്ത വൈറസാ? എന്ത് ഇരുത്തും മഞ്ചരയില്ലേ? ഇരുത്തും. ഓക്കെ, ശരി. നിപ്പ വൈറസ് ബാധ കേരളത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത വർഷം എവിടെയാണ്? വർഷം ഏതാണ്? 2018. നിപ്പ വൈറസ് ബാധ കേരളത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത വർഷം 2018 ആണ്. 2018. നിപ്പ റിപ്പോർട്ട് ചെയ്തത് ഏത് സ്ഥലത്തെന്നറിയാല? പേരാമ്പ്ര, കോഴിക്കോട് പേരാമ്പ്ര കേട്ടോ. പേരാമ്പ്രയിലെ ചെങ്ങരോത്ത് പഞ്ചായത്ത് കേട്ടോ. ചെങ്ങരോത്ത് പഞ്ചായത്ത് കേട്ടോ. പേരാമ്പ്രയിലെ ഏതാണ്? ചെങ്ങരോത്ത് പഞ്ചായത്ത്. ഓക്കെ, നിപ്പ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ചോദിച്ചാൽ മലേഷ്യ. നിപ്പ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ചോദിച്ചാൽ ഏതാണ്? മലേഷ്യ. ഓക്കെ, നിപ്പ വൈറസിന്റെ ഉറവിടമെന്ന് കണക്കാക്കപ്പെടുന്ന ജീവി ഏതാ? സാധാ പോലല്ല, പഴംതീനി വവ്വാൽ. ഏതാണ്? പഴംതീനി വവ്വാൽ. ഓക്കെ, നിപ്പ വൈറസിന്റെ ഉറവിടമെന്ന് കണക്കാക്കപ്പെടുന്ന ജീവിയാണ് ഏത്? പഴംതീനി വവ്വാൽ. ഏതാണ്? പഴംതീനി വവ്വാൽ. ഓക്കെ, ശാസ്ത്രീയ നാമം ടെറോപ്പസ് മീഡിയസ്. ഏതാണ്? ടെറോപ്പസ് മീഡിയസ്. ജാപ്പനീസ് എൻസെഫലൈറ്റിസ്, ജപ്പാൻ ജ്വരം ബാധിക്കുന്ന അവയവം ഏതാ? ജപ്പാൻ ജ്വരം ബാധിക്കുന്ന അവയവം യൂസ് ചെയ്യൂ. തലച്ചോറ് കേട്ടാ. ജപ്പാനീസ് യൂസ് ചെയ്യാൻ പറഞ്ഞില്ലേടാ? ജപ്പാനീസ് എൻസെഫലൈറ്റിസ് അല്ലെങ്കിൽ ജപ്പാൻ ജ്വരം ബാധിക്കുന്ന അവയവം ഏതാണ്? തലച്ചോറ് കേട്ടാ. ജാപ്പനീസ് എൻസെഫലൈറ്റിസ് പകർത്തുന്നത് ഏത് കൊതുകെന്നറിയാവോ?
ക്യൂലെക്സ് പെൺകൊതുകൾ. നമ്മളൊരു ക്യൂലെക്സ് പെൺകൊതുകൾ കേട്ടോ. എന്താണ് ക്യൂലെക്സ് പെൺകൊതുകൾ? ഓക്കെ, മനസ്സിലായല്ലോ. ശരി, അപ്പം നമുക്ക് ഒന്നുകൂടെ നോക്കാവേ. അപ്പം മനുഷ്യരിൽ നിന്ന് മനുഷ്യനിലേക്കോ മനുഷ്യരിൽ നിന്ന് മൃഗങ്ങളിലേക്കോ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനിലേക്കോ എന്ത് ചെയ്യാം? മൃഗങ്ങളിൽ നിന്ന് മൃഗങ്ങളിലേക്കോ. ഓക്കെ, എന്ത് ചെയ്യാം? നിപ്പ വൈറസ് ബാധ ആദ്യമായി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത് 2018 സ്ഥലം പേരാമ്പ്രയില് കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയില് പേരാമ്പ്ര ചെങ്ങരോത്ത് പഞ്ചായത്ത്. ഈ കോവിഡ് ആദ്യം റിപ്പോർട്ട് ചെയ്തത് കേരളത്തിൽ എവിടെയാ? തൃശ്ശൂർ. കോവിഡ് ആദ്യമായി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത് എവിടെയാണ്? തൃശ്ശൂർ. ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത് എവിടെയാണ്? കേരളത്തിൽ എവിടെയാ? തൃശ്ശൂർ. ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത് തൃശ്ശൂരാണ്. അപ്പോൾ നിപ്പ 2018 ആദ്യമായി റിപ്പോർട്ട് ചെയ്ത് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയില് ചെങ്ങരോത്ത് പഞ്ചായത്ത്. ഓക്കെ, നിപ്പ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? മലേഷ്യയാണ്. നിപ്പ വൈറസിന്റെ ഉറവിടം എന്ന് കണക്കാക്കപ്പെടുന്ന ജീവിയാണ് ഏത്? പഴന്തീനി വവ്വാൽ. ഓക്കെ, ശാസ്ത്രീയ നാമം ടെറോപ്പസ് മീഡിയസ്. എന്താണ് ടെറോപ്പസ് മീഡിയസ്? ജാപ്പനീസ് എൻസെഫലൈറ്റിസ് അല്ലെങ്കിൽ ജപ്പാൻ ജ്വരം ബാധിക്കുന്ന അവയവം തലച്ചോറ്. ജാപ്പനീസ് എൻസെഫലൈറ്റിസ് പരത്തുന്ന ആരെന്നറിയാവോ? ക്യൂലസ്. നിർജ്ജലീകരണത്തിന് കൊടുക്കുന്നത് എന്താണ്? ORS. ഒന്നുകൂടെ പറഞ്ഞാണ്. ORS എന്നല്ല പറഞ്ഞത്. അപ്പൊ നിന്റെ വായിക്കും നിന്റെ ചെവിക്കും എന്താ കുഴപ്പമുണ്ട് കേട്ടോ? ORS. എന്താണ് ORS? ഓക്കെ, നിർജ്ജലീകരണം തടയാനുള്ള ലളിതമായ ചികിത്സാ രീതി അറിയപ്പെടുന്ന പേരാണ് ORT. എന്താണ് ORT? ഓറൽ റീഹൈഡ്രേഷൻ ട്രീറ്റ്മെന്റ്. എന്താണ് ഓറൽ റീഹൈഡ്രേഷൻ ട്രീറ്റ്മെന്റ്? ഈ ORTയിൽ നൽകുന്ന ലായനിയാണ് എന്ത്? ORS ലായനി. എന്താണ് ORS ലായനി? എന്താണ് ORSന്റെ പൂർണ്ണരൂപം? ഓറൽ റീഹൈഡ്രേഷൻ സാൾട്ട് സൊല്യൂഷൻ. എന്താണ് ഓറൽ റീഹൈഡ്രേഷൻ സാൾട്ട് സൊല്യൂഷൻ? ഓറൽ റീഹൈഡ്രേഷൻ സാൾട്ട് സൊല്യൂഷൻ. ORS ലായനിയിലെ ഘടകങ്ങൾ സോഡിയം ക്ലോറൈഡ്. എന്താണ് സോഡിയം ക്ലോറൈഡ്? സോഡിയം ക്ലോറൈഡ് വെച്ചാൽ എന്താണ്? ഉപ്പ്. പൊട്ടാസ്യം ക്ലോറൈഡ്. എന്താണ് പൊട്ടാസ്യം ക്ലോറൈഡ്? പിന്നെ ഗ്ലൂക്കോസ്. എന്താണ് ഗ്ലൂക്കോസ്? ഓക്കെ, സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, ഗ്ലൂക്കോസ്. ഓക്കെ, ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി ചികിത്സാ രീതി അതിസാര രോഗത്തിന്റെ ചികിത്സയ്ക്കാണ് ഉപയോഗിക്കുന്നത്. അതിസാരം എന്ന് വെച്ചാൽ എന്താണ്? വയറിളക്കം കേട്ടോ, ഡയറിയ കേട്ടോ, വയറിളക്കം. ഓക്കെ, അപ്പം ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി ചികിത്സാ രീതി അതിസാര രോഗത്തിന്റെ ചികിത്സയ്ക്കാണ് ഉപയോഗിക്കുന്നത്. ഛർദിൽ ഒന്നാലും കൊടുക്കൂലേ? ഓക്കെ, റീഹൈഡ് ഇത്രയാവുന്ന ഉപ്പ്, പഞ്ചസാര എന്നിവയുടെ സമ്മിശ്ര ലായനിയാണ് ഇത്. ORS കുടിച്ചിട്ടുണ്ടോ? ORS നമ്മള് 5 ഗ്ലാസ് വെള്ളത്തിൽ അതിന് അതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മധുരമാണ്. അതിന്റെ മധുരവും പിന്നെ ഉപ്പിന്റെ ഒരു ടേസ്റ്റ്, അങ്ങനത്തെ ടേസ്റ്റ് ആണ്. ഓക്കെ, അത് ഐഡിയ ആണല്ലേ. നാരങ്ങ പിടിച്ചിട്ട് കുടിക്കാളെ അത് ORSല് നല്ല ടേസ്റ്റ് ആയിരിക്കും. നാടകം കഴിഞ്ഞിട്ട് സോഡയൊക്കെ ഒഴിച്ചു. ഓക്കെ, ശരി. അപ്പൊ പിള്ളേർ മനസ്സിലായ? അപ്പൊ ഉപ്പ്, പഞ്ചസാര എന്നിവയുടെ സമ്മിശ്ര ലായനിയാണ് ഏത്? ORS. ഓക്കെ, അപ്പൊ നിർജ്ജലീകരണത്തിന് കൊടുക്കുന്നത് എന്താ? ഓപ്ഷനെ കടുപ്പുണ്ട്. ഓക്സിജൻ, ആന്റിബയോട്ടിക്, ORS മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. ഓക്കെ, ശരി. അപ്പോൾ ആൻസർ ORS ആണ്. അപ്പം നിർജ്ജലീകരണം തടയാനുള്ള ലളിതമായ ചികിത്സാ രീതി അറിയപ്പെടുന്ന പേരാണ് ORT, ഓറൽ റീഹൈഡ്രേഷൻ ട്രീറ്റ്മെന്റ്. ORTയിൽ നൽകുന്ന ലായനിയാണ് ഏത്? ORS, ഓറൽ റീഹൈഡ്രേഷൻ സാൾട്ട് സൊല്യൂഷൻ. ഓറൽ റീഹൈഡ്രേഷൻ സാൾട്ട് സൊല്യൂഷൻ. ORS ലായനിയിലെ ഘടകങ്ങൾ സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, ഗ്ലൂക്കോസ്. ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി ചികിത്സാ രീതി അതിസാര രോഗത്തിന്റെ ചികിത്സയ്ക്കാണ് ഉപയോഗിക്കുന്നത്. അതിസാരം എന്ന് വെച്ചാൽ വയറിളക്കം അല്ലെങ്കിൽ ഡയറിയ. ഓക്കെ, ഉപ്പ്, പഞ്ചസാര എന്നിവയുടെ സമ്മിശ്ര ലായനിയാണ് ഏത്? ORS അല്ല മോനെ, ORS. എന്ത് പറ്റി മോനെ നിനക്ക്? ഓക്കെ, ഇത് മൂന്നും ചോദിക്കട്ടാടാ. ഈ ഹെപ്പറ്റൈറ്റിസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യവും പിന്നെ ഇത് പഴന്തീനി, വവ്വാല്, നിപ്പയും പിന്നെ ഈ ORSും. ഓക്കെ, ചോദിക്കാം. ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. രക്തത്തിലൂടെയും ശരീരദ്രവങ്ങളിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് ഏതാ? രക്തത്തിലൂടെയും ശരീരദ്രവം ഹെപ്പറ്റൈറ്റിസ് B. ഓക്കെ, ഏറ്റവും മാരകമായ ഹെപ്പറ്റൈറ്റിസ് ഏതാ? B. ഓക്കെ, എടാ ഈ മലിനജലത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് ബിയാ? എടാ എയും ഇയും IE. നമ്മൾ മലിനജലം കണ്ട IE എന്ന് പറയത്തില്ലേ? IE എന്ന് പറയണം. ഓക്കെ, ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്നത് കരള്. ഓക്കെ, ഹെപ്പറ്റൈറ്റിസിന്റെ മരണം എന്താ? കരൾ വീക്കം. ഹെപ്പറ്റൈറ്റിസ് മരണം കരൾ വീക്കമാണ് കേട്ടോ. ഓക്കെ, ഇവിടെ ഹെപ്പറ്റൈറ്റിസ് Bക്കെതിരെ ഉപയോഗിക്കുന്ന വാക്സിനെല്ലാം മുഖ്യ ഘടകം ഏതാ?
രോഗകാരിയുടെ ശരീരഭാഗങ്ങൾ അല്ലെങ്കിൽ കോശഭാഗങ്ങൾ, രോഗകാരിയുടെ കോശഭാഗങ്ങൾ. ഓക്കെ, ഈ ഹെപ്പറ്റൈറ്റിസ് എന്ത് രോഗമാണ്? വൈറസ് ആണോ, ബാക്ടീരിയ ആണോ, ഫംഗസ് ആണോ, പ്രോട്ടോസോവയാണോ, ഇത് മറ്റെന്തെങ്കിലും ആണോ? വൈറസ്. എലിപ്പനി? എലിപ്പനി കാണുന്ന ബാക്ടീരിയ ലെപ്റ്റോസ്പൈറോസിസ്. എലിപ്പനി പകരുന്നത് എങ്ങനെയാ? മലിനജലം. മലിനജലം, കൊതുകുഴി എലിപ്പനിയാ. മൃഗങ്ങളുടെ ജലത്തിലൂടെ മൃഗങ്ങൾ മറ്റേ കെട്ടിക്കിടക്കുന്ന വെള്ളത്തില് മൃഗങ്ങൾ മറ്റേ എലിപ്പനി എലിന്ന് മാത്രമല്ല പകരുന്നത്. എലിപ്പനി, എലി, ചെല്ല പറയണത്. ഇവിടെ എലിപ്പനി പകരുന്നത് എലി, പൂച്ച, നായ, ഇങ്ങനെ ചെറിയ ചെറിയ സസ്തന്യം ഉണ്ടല്ലോ, ഇതിനൊക്കെ എലിപ്പനി പകരും. മനസ്സിലായ? ഓക്കെ, ചെല്ലൊക്കെ പറഞ്ഞു, എലിച്ചല്ല. ഓക്കെ, അത് ഓർത്ത് വെച്ചോണം ഏട്ടാ. അപ്പൊ ഈ പറയുന്ന സാധനങ്ങൾ ജലത്തിൽ മൂത്രം ഒഴിക്കുക അല്ലെങ്കിൽ ഇതിന്റെ മൂത്രം ജലത്തിൽ ആവേശം ചെയ്യുന്ന സമയത്ത് ഈ ലെപ്റ്റോസ്പൈറോ ബാക്ടീരിയ എന്ത് ചെയ്യും? വെള്ളത്തിൽ കിടക്കുകയും പിന്നെ നമ്മുടെ ശരീരത്തിലെ മുറിവുകളിലൂടെ നമ്മൾ ഉള്ളിൽ വരെയും നമുക്ക് എന്തുണ്ടാക്കും? എലിപ്പനി രോഗം ഉണ്ടാക്കുകയും ചെയ്യും. മനസ്സിലായി? അത് ഓർത്ത് വെച്ചോണം കേട്ടോ. അപ്പോൾ ജലത്തിലൂടെ പകർന്ന രോഗമാണ്. അതുപോലെ തന്നെ എന്താണ്? സൂണോട്ടിക് ഡിസീസാണ്. സൂണോട്ടിക് ഡിസീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് വേണ്ട സാധനമാണ്. ഓക്കെ മോനെ, അവിടെ മുസിൻ. ഓക്കെ, നിപ്പ വൈറസ് ബാധ കേരളത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത വർഷം 2018. എവിടെയാണത്? ചെങ്ങരോത്ത്, കോഴിക്കോട് പേരാമ്പ്ര ചെങ്ങരോത്ത് പഞ്ചായത്ത്. നിപ്പ വൈറസിന്റെ ഉറവിടം? പഴനി ശാസ്ത്രീയനാമം ടെറോപ്പസ് മീഡിയസ്. ടെറോപ്പസ് മീഡിയസ്. സുമിനെ, ഈ ജാപ്പനീസ് എൻസെഫലൈറ്റിസ് അല്ലെങ്കിൽ ജപ്പാൻ ജ്വരം ബാധിക്കുന്ന അവയം ഏതാ? തലച്ചോറ്. ഓക്കെ, ഈ ജാപ്പനീസ് എൻസെഫലൈറ്റിസ് പരത്തുന്നത് ആരാ? ക്യൂലെക്സ് പെൺകൊതുകുകൾ. ഓക്കെ, ആൺകൊതുകൾ പാവമുണ്ടാ? നമുക്ക് ഈ പറ്റണമെന്നറിയാവോ? ഈ ആൺകൊതുകൾ ഈ സസ്യങ്ങളുടെയും പഴച്ചാറ വെജിറ്റേറിയനാണ്. മര്യാദ കുടുംബം നോക്കി ജീവിച്ചു പോണവരാണ്. മനസ്സിലായി? സമാധാനപ്രിയരാണ്. ഈ പെൺകൊതുകൾ എന്തറിയാമോ? നമ്മളൊന്ന് കടിച്ചിട്ട് അവിടെ ഇങ്ങനെ വിളിച്ചൊക്കെ ഇരിക്കും. നമ്മൾ നോക്കുമ്പോൾ കൊതുക് പോണ്, അടിച്ചു കൊള്ളുന്നതെല്ലാം പാവപ്പെട്ട എന്താണ്? ആൺകൊതുകുകളാണ്. മനസ്സിലായ? ക്യൂലെക്സ് പെൺകൊതുകുകളാണ് ഈ സാധനം പരത്തുന്നത്. ക്യൂലെക്സ് പെൺകൊതുകുകളാണ് മന്ത് പരത്തുന്നത്. അനോഫിലസ് പെൺകൊതുകുകളാണ് മലേറിയ പരത്തുന്നത്. റെഡേ കഴിവ്, ആൾക്കാരെ കൊല്ലണ കഴിവ്. അതുകൊണ്ട് ഇപ്പം 2 പയ്യന്മാർ മരിച്ചല്ലേ? തിരുവനന്തപുരത്തൊരു പയ്യ ആത്മഹത്യ ചെയ്ത്, പത്തനംതിട്ട പയ്യ ആത്മഹത്യ ചെയ്ത്. പ്രേമനൈരാശ്യം. അവിടെ വീഡിയോ കാണണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രേമനൈരാശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആത്മഹത്യ ചെയ്ത് കേട്ടാ. ബന്ധപ്പെടുന്നത് ചാവണം കാണിക്കണ എൻ്റെ 4 ധൈര്യം മതി ജീവിച്ച് കാണിക്കാൻ. മനസ്സിലായില്ലേ? ഓക്കെ, നിങ്ങൾ ക്യാഷ് ഉണ്ടാക്കും, ഒരു ജോലി സമ്പാദിക്കൂ, നിങ്ങളെ പിറകെ 1000 പെണ്ണുങ്ങൾ വരും. ഓക്കെ ഓക്കെ, ശരി. ഡേ ചിരിക്കണ പറയടാ. അടുത്ത ചോദ്യം നിന്റെ അടുത്തല്ലേ? നിർജ്ജലീകരണത്തിന് കൊടുക്കുന്നത് ORS. ഓക്കെ, നിർജ്ജലീകരണം തടയാനുള്ള ലളിതമായ ചികിത്സാ രീതി അറിയപ്പെടുന്നത് ORT യുടെ പൂർണ്ണരൂപം? ഓക്കെ, ഓറൽ റീഹൈഡ്രേഷൻ ട്രീറ്റ്മെന്റ്. എടാ, ORSന്റെ പൂർണ്ണരൂപം എന്താ? സാൾട്ട് സൊല്യൂഷൻ. ORS ലായനിലെ ഘടകങ്ങൾ? സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്. ഓക്കെ, ഏത് രോഗത്തിനാണ് ഇത് കൊടുക്കുന്നത്? ഈ എന്തിൻ്റെയൊക്കെ സമ്മിശ്ര ലായനിയാണ് വൈറസ്? എന്തിൻ്റെയൊക്കെ സമ്മിശ്ര ലായനിയാണ് വൈറസ്? ഇപ്പം മനസ്സാര നാരങ്ങ ഉണ്ടോ? സോഡ ഇല്ല. ഷാനു ഓക്കെ, അടുത്ത ചോദ്യം. ഇവിടെ സ്ഥിരം ചോദിക്കുന്നതാണ്. ആർദ്രം ദൗത്യത്തിന്റെ ലക്ഷ്യം എന്താണ്? ഓപ്ഷൻ പറഞ്ഞില്ല. ജനസൗഹൃദ ഔട്ട് പേഷ്യൻ്റ് സേവനം. കറക്റ്റാണ്. ഓക്കെ, ശരി. പിള്ളേരെ ഇത് ഓർത്ത് വെച്ചോണേ. നവകേരള മിഷൻ്റെ ഭാഗം. നവകേരള നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് നവകേരള മിഷൻ്റെ ക്ലാസ്. അത് കാണാത്തൊരു കണ്ടുപോകണം കേട്ടോ. നവകേരള മിഷൻ്റെ ഭാഗമായിട്ടുള്ള ആരോഗ്യ പദ്ധതിയാണ് ഏത്? ആർദ്രം പദ്ധതി. ആർദ്രം പദ്ധതിയുടെ മെയിൻ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനസൗഹൃദ ഔട്ട് പേഷ്യൻ്റ് ഫ്രണ്ട്ലി ഹോസ്പിറ്റലുകൾ. മനസ്സിലായ? അതായത് ആൾക്കാരോട് നല്ല രീതിയിൽ ഇടപഴകുന്ന കേട്ടോ ഒരു ഹോസ്പിറ്റൽ. അതാണ് എന്ത് പോണത്. ഓക്കെ, അതാണ് ആർദ്രം പദ്ധതിയുടെ ലക്ഷ്യം. ഓക്കെ, ക്ലിയർ ആണല്ലോ പിള്ളേരെ? അടുത്ത ചോദ്യം. ശുദ്ധജലത്തിന്റെ pH മൂല്യം എത്രയാണ്? ഇപ്പം നടന്ന ഈ കഴിഞ്ഞ ഖാദി ബോർഡ് ഡിസീൻ ചോദിച്ചു. ശുദ്ധജലത്തിന്റെ pH എത്രയാണ്? 7. ചോദിച്ചു. ശുദ്ധജലത്തിന്റെ pH 7 കേട്ടോ. ഓക്കെ, ഈ ശുദ്ധജലത്തിലൂടെ വൈദ്യുതി കടന്നു പോവോ? ഇല്ല.
മലിനജലത്തിലൂടെ മാത്രമേ എന്ത് ചെയ്തുള്ളൂ? വൈദ്യുതി കടന്നു പോകുള്ളൂ. ശുദ്ധജലത്തിലൂടെ എന്ത് ചെയ്യത്തില്ല? വൈദ്യുതി കടന്നു പോകത്തില്ല. ഓക്കെ, ഇപ്പം നീ ഉദാഹരണത്തിന് നീ ഒരു ശുദ്ധജലത്തിൽ കിടക്കുകയാണ്, മനസ്സിലായില്ലേ? ശുദ്ധജലത്തിൽ കിടക്കുന്ന സമയത്ത് അതിലേക്ക് വൈദ്യുതി കമ്പ്യൂട്ടറിനെ കറണ്ട് അടിക്കുമോ? ഇല്ല. അടിക്കും. കാരണം നിന്നെ എടുത്തിടുന്നത് കൂടെ മലിനമാവും. മനസ്സിലായില്ലേ? ഓക്കെ, യോജിക്കുന്നു. പിള്ളേർ അപ്പോൾ ശുദ്ധജലത്തിലൂടെ വൈദ്യുതി പാസ് ചെയ്യത്തില്ല, പക്ഷെ മലിനജലത്തിലൂടെ എന്ത് ചെയ്യും? പാസ്. എന്ന് വെച്ചാൽ അങ്ങനെയല്ല, നമ്മളിപ്പോൾ നീയല്ല ഞാൻ ഇറങ്ങിയാലും എന്ത് ചെയ്യും? അത് മലിനമാവും. കാരണം നമ്മുടെ ശരീരത്തിലുള്ള ലവണങ്ങളും അതൊക്കെ ജലത്തോട് ചേരുമ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ ശുദ്ധജലത്തിൻ്റെ ശുദ്ധത പോവും. മനസ്സിലായ? കണ്ടോ? ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെച്ച് വേണം. ശുദ്ധജലത്തിൻ്റെ pH എത്രയാണ്? 7. ഓക്കെ, 7 രക്തത്തിൻ്റെ pH എത്രയാണ്? 7.4. 7.4 രക്തത്തിൻ്റെ pH കേട്ടോ, അത് ഓർത്ത് വെച്ച് വേണം. രക്തത്തിൻ്റെ pH 7.4. മൂത്രത്തിൻ്റെ എത്രയാണ്? 6.5. എടാ 6 മുതൽ 6.5 വരെയാണ് മൂത്രത്തിൻ്റെ pH ഉള്ളത്. മൂത്രം ആസിഡാണ് ആൽക്കലിയാണ്? 7 താഴോട്ട് ആസിഡ് അല്ലേ? മൂത്രത്തിൽ കാണപ്പെടുന്ന ആസിഡ് ഏതാ? മൂത്രത്തിൽ കാണപ്പെടുന്ന ആസിഡ് ഏതാ? യൂറിക് ആസിഡാണ്. മൂത്രത്തിൽ കാണപ്പെടുന്ന ആസിഡ് യൂറിക് ആസിഡാണ്. വന്നിട്ട് മനുഷ്യ ശരീരത്തിലെ ബാഹ്യ പരാതം ഓപ്ഷൻ പറയട്ടെ. നിങ്ങൾ കറക്റ്റ് പറയാം. എത്ര പേനുണ്ടാടാ? ഓക്കെ, മനുഷ്യത്തിലെ ബാഹ്യ പരാതത്തിന് ഉദാഹരണമാണ് പേന്. പേൻ എന്ന് പറഞ്ഞാൽ പരാതമാണ്. മനസ്സിലായി? നമ്മുടെ ശരീരത്തിൽ താമസമുണ്ട്. നമ്മുടെ ശരീരത്തിൽ നിന്ന് ചോരയൊക്കെ ഊറ്റിക്കൂടി ജീവിക്കുന്നതിനാണ് എന്ത് പറയണത്? പരാതം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പേൻ എന്താണ്? ഒരു പരാതമാണ്. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് ആതിഥേയ ശരീരത്തിൽ നിന്ന് പോഷകങ്ങൾ സ്വീകരിച്ച് ജീവിക്കുന്ന ജീവികളാണ് പരാതങ്ങൾ. ശരീരത്തിൽ വസിക്കുന്ന പരാതങ്ങളുണ്ട്, അത് നമ്മൾ എന്തെന്ന് പറയും? ആന്തരപരാതങ്ങൾ എന്ന് പറയും. എന്താ പറയും? ആന്തരപരാതങ്ങൾ. ഈ വിര നാടവിരയൊക്കെ ഇതെന്താണ്? ആന്തരപരാതങ്ങളാണ്. എന്താ വളരെ ആന്തരപരാതങ്ങളാണ് വിര നാടവിരയൊക്കെ കേട്ടോ. അടുത്ത ശരീരത്തിന് പുറത്ത് വസിക്കുന്ന പരാതങ്ങൾ എന്താണ്? ബാഹ്യപരാതങ്ങൾ. ബാഹ്യപരാതങ്ങൾ ഏതൊക്കെയാണ്? പേന്, ചെള്ള്. പേന്, ചെള്ള് ഇതൊക്കെ എന്താണ്? ബാഹ്യപരാതങ്ങളാണ് കേട്ടോ. ഈ പേൻ പടർത്തുന്ന ഒരു രോഗമുണ്ട്, ഏതാണ്? അല്ല, ടൈഫസ്. ഏതാണ്? ടൈഫസ്. പേൻ പടർത്തുന്ന രോഗമാണ് ഏത്? ടൈഫസ്. പേൻ പടർത്തുന്ന രോഗമാണ് ഏത്? ടൈഫസ്. ഓക്കെ, മനുഷ്യനിലും പന്നിയിലുമായി ജീവിതചക്രം പൂർത്തിയാക്കുന്ന പരാതമാണ് ഏത്? നാടവിര അല്ലെങ്കിൽ ടേപ്പ് വാം. ഏതാണ്? നാടവിര അല്ലെങ്കിൽ ടേപ്പ് വാം കേട്ടോ. മനുഷ്യനിലും പന്നിയിലുമായി ജീവിതചക്രം പൂർത്തിയാക്കുന്ന പരാതമാണ് ഏത്? നാടവിര അല്ലെങ്കിൽ ടേപ്പ് വാം. ഇപ്പൊ തന്നെ നമ്മുടെ ഈ മനുഷ്യന്റെ ജനിതകമായിട്ട് അടുത്തിരിക്കുന്ന ജീവി പന്നിയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ നമ്മുടെ ഹൃദയം മാറ്റിവെക്കൽ അമേരിക്കയിൽ ഇപ്പോൾ 2 തവണ നടത്തി. ആള് മരിച്ചു. ആദ്യം നടത്തിയ ആള്, രണ്ടാമത്തെ ആൾ നടത്തിയാൽ ജീവിച്ചിരിപ്പണെന്ന് തോന്നുന്നു കേട്ടോ. അതായത് 2 തവണ പന്നീരെ ഹൃദയം എന്ത് ചെയ്തു? മനുഷ്യനിലേക്ക് വെച്ച് പിടിപ്പിച്ചു. മനസ്സിലായില്ലേ? ഓക്കെ, അത് ഓർത്ത് വെച്ച് വേണം കേട്ടോ. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ആതിഥേയ ശരീരത്തിൽ നിന്ന് പോഷകങ്ങൾ സ്വീകരിച്ച് ജീവിക്കുന്ന ജീവികളാണ് എന്ത്? പരാതങ്ങൾ. ഓക്കെ, ശരീരത്തിന് ഉള്ളിൽ വസിക്കുന്നതിന് ആന്തരപരാതങ്ങളെന്ന്. അതിന് ഉദാഹരണം വിരയും നാടവിരയുമാണ്. ശരീരത്തിന് പുറത്ത് വസിക്കുന്ന പരാതങ്ങളാണ് ബാഹ്യപരാതങ്ങൾ. ഉദാഹരണം പേന്, ചെള്ള് എന്നിവയാണ് കേട്ടോ. ഓക്കെ, പേൻ പടർത്തുന്ന രോഗമാണ് ഏത്? ടൈഫസ്. ഓക്കെ, മനുഷ്യനിലും പന്നിയിലുമായി ജീവിതചക്രം പൂർത്തിയാക്കുന്ന പരാതമാണ് ഏത്? നാടവിര അല്ലെങ്കിൽ ടേപ്പ് വാം. ടേപ്പ് വാം. ഓക്കെ, ശരി. അടുത്ത് അശ്വമേധം പ്രചാരണം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അശ്വമേധം പ്രചാരണം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏത്? കുഷ്ഠം. കുഷ്ഠരോഗ നിയന്ത്രണ പദ്ധതിയാണ് ഏത്? അശ്വമേധം. ഓക്കെ, കുഷ്ഠരോഗത്തിന്റെ നേരത്തെയുള്ള തിരിച്ചറിയലിനും രോഗത്തിന്റെ സാമൂഹ്യ വ്യാപനം അവസാനിപ്പിക്കുന്നതിനുമായി ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് ഏത്? അശ്വമേധം പദ്ധതി. ഓക്കെ, ഈ കുഷ്ഠരോഗം ബാധിക്കുന്നത് എന്തിനാണെന്ന് അറിയാവോ? കുഷ്ഠരോഗം ബാധിക്കുന്നത് സ്കിന്നിനല്ല, നാഡീ വ്യവസ്ഥയാണ്. കുഷ്ഠരോഗം ബാധിക്കുന്നത് എന്തിനെയാണ്? നാഡി. നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് എന്ത് ചെയ്യുന്നത്? കുഷ്ഠരോഗം ബാധിക്കുന്നത്. ഈ കുഷ്ഠരോഗം പകരുന്നത് എങ്ങനെയാ? സമ്പർക്കത്തിലൂടെ. കുഷ്ഠരോഗം പകരുന്നത് എങ്ങനെയാണ്? സമ്പർക്കത്തിലൂടെ. അപ്പോൾ കുഷ്ഠരോഗം പകരുന്നത് എങ്ങനെ പിള്ളേരെ? കോണ്ടാക്ട് വഴി പകരുന്ന രോഗമാണ് കുഷ്ഠരോഗം. നമുക്ക് ഇപ്പോഴും ചോദിച്ചായിരുന്നു, കുഷ്ഠരോഗം ചോദിക്കും. കുഷ്ഠരോഗം ഒന്നുകിൽ അശ്വമേധം പദ്ധതി ചോദിക്കും, അല്ലെങ്കിൽ കുഷ്ഠരോഗം പകരുന്നത് എങ്ങനെ ചോദിക്കും. കുഷ്ഠരോഗം പകരുന്നത് എങ്ങനെയാ? സമ്പർക്കത്തിലൂടെ, കോണ്ടാക്റ്റിലൂടെയാണ്. ചെങ്കണ്ണ് പകരുന്നത് എങ്ങനെയെന്ന് അറിയാവോ? ചെങ്കണ്ണ് പകരുന്നത് സമ്പർക്കത്തിലൂടെയാണ്. കോണ്ടാക്റ്റിലൂടെ എന്ത് ചെയ്യുന്നത്? ചെങ്കണ്ണ് പകരുന്നത്. ഓക്കെ, മനസ്സിലായ? ശരി. അടുത്ത് അശ്വമേധം പ്രചാരണത്തിന്റെ ആപ്തവാക്യം എന്നറിയാവോ? മൃദുഭാവ ദൃഢകൃത്യ. അത് പോയാലാ പള്ളി ചളി അടിയെന്ന് പറഞ്ഞാൽ എടാ നമുക്ക് കീഴടക്കാം. എന്തിനെ? കുഷ്ഠതയില്ല, കുഷ്ഠരോഗത്തെ കേട്ടാ. നമുക്ക് കീഴടക്കാം കുഷ്ഠരോഗത്തെ. നമുക്ക് കീഴടക്കാം കുഷ്ഠരോഗത്തെ. ഈ ഹാൻസൺസ് ഡിസീസ് എന്നറിയപ്പെടുന്നത് കുഷ്ഠമാണ് കേട്ടോ. ഹാൻസൺസ് ഡിസീസ് എന്താണ്? ഹാൻസൺസ് ഡിസീസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? കുഷ്ഠമാണ്. കുഷ്ഠത്തിന്റെ ശാസ്ത്രീയ നാമം എന്താ?
ലെപ്രസി. എന്താണ്? ലെപ്രസിയാണ് കേട്ടോ. ഓക്കെ. മൈക്കോബാക്ടീരിയം ലെപ്രെ എന്ന് പറയുന്ന ബാക്ടീരിയയാണ് എന്തുണ്ടാക്കുന്നത്? കുഷ്ഠരോഗം ഉണ്ടാക്കുന്നത്. അപ്പോൾ കുഷ്ഠരോഗം ഉണ്ടാക്കുന്ന ആരാണ്? മൈക്കോബാക്ടീരിയം ലെപ്ര എന്ന് പറയുന്ന ബാക്ടീരിയയാണ് എന്ത് ചെയ്യുന്നത്? കുഷ്ഠരോഗം ഉണ്ടാക്കുന്നത്. കുഷ്ഠരോഗം പകരുന്നത് എങ്ങനെയാണ്? സമ്പർക്കത്തിലൂടെയും കുഷ്ഠരോഗം പകരുന്നത്. ഓക്കെ. പരിശീലനം ലഭിച്ച വോളണ്ടിയേഴ്സ് ഗൃഹസന്ദർശനം നടത്തി രോഗികളെ കണ്ടെത്തുന്ന രീതിയാണ് ഈ പദ്ധതിയിൽ അവലംബിച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ വീട്ടിലേക്ക് ആരോഗ്യ പ്രവർത്തകർ വരും. അതിന് ശേഷം കുഷ്ഠരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ ഇതൊക്കെയാണ് നമുക്ക് പറഞ്ഞു തന്നിട്ട് നമുക്കതുണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞു കൊടുക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ഇല്ലെന്ന് പറയണം. അതാണ് കുഷ്ഠരോഗ സർവേ. ഓക്കെ. അടുത്ത് കുഷ്ഠരോഗ നിർമ്മാർജ്ജനം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എൽസ. ഏതാണ്? എൽസ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എറിഡിക്കേഷൻ ഓഫ് ലെപ്രസി ത്രൂ സെൽഫ് റിപ്പോർട്ടിംഗ് ആൻഡ് അവയർനെസ്. നമുക്ക് അങ്ങനെയും ചോദിക്കാം. അശ്വമേധം പദ്ധതി മാത്രമല്ല, എൽസ പദ്ധതിയും ചോദിക്കും. എൽസ എന്ന് വെച്ചാൽ എന്താണ്? എറിഡിക്കേഷൻ ഓഫ് ലെപ്രസി ത്രൂ സെൽഫ് റിപ്പോർട്ടിംഗ് ആൻഡ് അവയർനെസ്. ഓക്കെ. സെൽഫ് റിപ്പോർട്ടിംഗ് ആൻഡ് അവയർനെസ്, അതാണ് എൽസ. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ അശ്വമേധം പദ്ധതി കുഷ്ഠം. കുഷ്ഠം. ഓക്കെ. അശ്വമേധ പദ്ധതിയുടെ ആപ്തവാക്യം നമുക്ക് കീഴടക്കാം കുഷ്ഠരോഗത്തെ. ഓക്കെ. അടുത്ത് എൽസയുടെ പൂർണ്ണരൂപം എറിഡിക്കേഷൻ ഓഫ് ലെപ്രസി ത്രൂ സെൽഫ് റിപ്പോർട്ടിംഗ് ആൻഡ് അവയർനെസ്. കുഷ്ഠരോഗം ബാധിക്കുന്ന നാഡീവ്യവസ്ഥയാണ്. കുഷ്ഠരോഗം പകരുന്നത് എങ്ങനെയാണ്? സമ്പർക്കത്തിലൂടെയാണ്. എറിഡിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാവോ? എറിഡിക്കേഷൻ എന്ന് വെച്ചാൽ നിർമ്മാർജ്ജനം. എറിഡിക്കേഷൻ ഓഫ് ലെപ്രസി ത്രൂ സെൽഫ് റിപ്പോർട്ടിംഗ് ആൻഡ് അവയർനെസ്. എറിഡിക്കേഷൻ ഓഫ് ലെപ്രസി ത്രൂ സെൽഫ് റിപ്പോർട്ടിംഗ് ആൻഡ് അവയർനെസ് ആണ് എന്ത്? എൽസ. ഓക്കെ, മനസ്സിലായ പിള്ളേരെ? ഓക്കെ. അപ്പോൾ അത്രയും ക്ലിയർ ആണല്ലോ. ശരി. അപ്പോൾ അടുത്ത ചോദ്യം, സാന്ത്വന പരിചരണം നൽകുന്നു ആർക്ക്? ഗർഭിണിയായ സ്ത്രീക്ക്, കിടക്കയിൽ കിടക്കുന്ന രോഗികൾക്ക്, നവജാത ശിശുവിന് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഒന്നുമല്ല, കിടക്കയിൽ കിടക്കുന്ന രോഗികൾക്ക്. മനസ്സിലായി? സാന്ത്വന പരിചരണം ലഭിക്കുന്ന ആർക്കാണ്? സാന്ത്വന പരിചരണം ആർക്കാണ്? കിടക്കയിൽ കിടക്കുന്ന രോഗികൾക്ക്. എന്തെങ്കിലും ചെലവ് പറഞ്ഞാണ്? എന്താണ്? തര കിടന്നാൽ കിട്ടൂല എന്നാ? സിനിമ അതെ ഫലിത ബിന്ദുക്കൾ എഴുതിക്കൊറ മലയാള മനോരമയില്. ലോക സാന്ത്വന പരിചരണ ദിനം പറയാവോ? സാന്ത്വന പരിചരണ ദിനം സെപ്റ്റംബറല്ല, ഒക്ടോബറിലാണ്. ഒക്ടോബർ 7, 8 അല്ല, 10 അല്ല, 15 അല്ല, 9. ഒക്ടോബർ 9. 7, 8 പറഞ്ഞ് നേരെ 10, 15 അങ്ങ് പോയില്ലേ? ഒക്ടോബർ 9 ലോക സാന്ത്വന പരിചരണ ദിനം ഏതാണ്? ഒക്ടോബർ. അപ്പൊ സാന്ത്വന പരിചരണം ലഭിക്കുന്ന ആർക്കാണ്? കിടക്കയിൽ കിടക്കുന്ന രോഗികൾക്ക്. കിടക്കയിൽ താഴെ കിടന്നാലും കിട്ടും കേട്ടോ. കിടക്കയിൽ കിടക്കുന്ന രോഗികൾക്ക്. ഓക്കെ. ലോക സാന്ത്വന പരിചരണ ദിനാചരണത്തിന് ചുക്കാൻ പിടിക്കുന്ന സംഘടന വേൾഡ് വൈഡ് ഹോസ്പീസ് ഞങ്ങളുടെ വാക്കുണ്ടോ? ഓക്കെ. വേൾഡ് വൈഡ് ഹോസ്പീസ് പാലിയേറ്റീവ് കെയർ അലയൻസ്. ഓക്കെ. വേൾഡ് വൈഡ് ഹോസ്പീസ് പാലിയേറ്റീവ് കെയർ അലയൻസ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ കുഷ്ഠരോഗ ദിനം ഏതാണ്? ജനുവരി 30 ഗാന്ധിജി രക്തസാക്ഷി ദിനം. ഓക്കെ. ഗാന്ധിജി അന്തരിച്ച രക്തസാക്ഷി ദിനത്തിലാണ് കുഷ്ഠരോഗ ദിനം. ലോക കുഷ്ഠരോഗ ദിനം ജനുവരി 30. ഇവിടെ ലോക സാന്ത്വന പരിചരണ ദിനം ഒക്ടോബർ 9 കേട്ടോ. അപ്പൊ ആ ദിനാചരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ആരാണ്? വേൾഡ് വൈഡ് ഹോസ്പീസ് പാലിയേറ്റീവ് കെയർ അലയൻസ് ആണ്. ഓക്കെ. ലോക സാന്ത്വന പരിചരണ ദിനം 2022. അത് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഇല്ല. 2022 പ്രമേയം ചോദിച്ചാൽ ഹൃദയങ്ങളെയും സമൂഹത്തെയും സുഖപ്പെടുത്തുന്നു. എന്താണ് വളരെ? ഹൃദയങ്ങളെയും സമൂഹത്തെയും സുഖപ്പെടുത്തുന്നു. ഓക്കെ. ചാരിറ്റി തന്നെ. ശയ്യാവലംബരായ രോഗികളെ പരിചരിക്കുന്നവർക്കായി കേരള സർക്കാർ ആരംഭിച്ച ധനസഹായ പദ്ധതി. ഈ ശയ്യാവലംബർ എന്ന് വെച്ചാൽ ബെഡ് റിഡൺ, അതായത് കിടപ്പ് രോഗികളാണ് കേട്ടോ. ശയ്യാവലംബരായ രോഗികളെ പരിചരിക്കുന്നവർക്കായി കേരള സർക്കാർ ആരംഭിച്ച ധനസഹായ പദ്ധതിയാണ് കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം. ആശ്വാസകിരണമാണ് ആൻസർ കേട്ടോ. ആശ്വാസകിരണം നീ എടുക്കാം കേട്ടോ. ജോബിനുണ്ടെങ്കിൽ കുറെ ശേഖരം കിട്ടിയാണ്. ജോബിന് കുറെ ഉത്തരം പറയും കേട്ടാ. ആശ്വാസകിരണം കേട്ടോ. ആശ്വാസകിരണം. ഓക്കെ, ക്ലിയർ ആണല്ലോ പിള്ളേരെ? ശരി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ കാര്യങ്ങൾ. നമുക്കൊന്ന് ചോദ്യം ചോദിക്കണം, അതിനുശേഷം വൈൻഡപ്പ് ചെയ്യാം. സുമിനെ അത് പോസ് ചെയ്തോ. എന്താണ് പരാതങ്ങള്? നമ്മളെ ശരീരത്തിൽ നിന്നും രക്തമൊക്കെ
കുടിക്കുന്ന ജീവി രക്തം കുടിക്കുന്നത് കൊതു വരാതാണ് രക്തം കുടിക്കുന്നതല്ല, പോഷകങ്ങൾ സ്വീകരിക്കുന്ന ജീവികളാണ് എന്ത്? പരാതങ്ങൾ. ശരീരത്തിനുള്ളിൽ വസിക്കുന്ന പരാതങ്ങളാണ് ആന്തരപരാതങ്ങൾക്ക്. ഉദാഹരണം പറഞ്ഞാണ് വിര, നാടൻ വിര. വിര, നാടൻ വിര, ബ്രോയിലർ വിര, അങ്ങനെയല്ല, നാടവിര. നാടൻ വിര. അപ്പൊ അല്ലാത്ത ഫോറിൻ വരെയുണ്ടാ. എത്രടേ വൈ രാവിലെ മൊത്തം ഫൗള്, ഇപ്പോഴും ഫൗൾ വിളിച്ചു പറയണം. ഇനി ശരീരത്തിന് പുറത്ത് വസിക്കുന്ന പരാതങ്ങള്, ഉദാഹരണങ്ങള് പേന് ചെല്ലും. ഓക്കെ. മുസിനെ പേൻ പടർത്തുന്ന രോഗം ടൈഫസ്. ഓക്കെ. മനുഷ്യനിലും പന്നിയിലുമായി ജീവിതചക്രം പൂർത്തിയാക്കുന്ന പരാതം ഏതാ? നാടവിര. നാടവിര ഇംഗ്ലീഷ് എന്താ? നിനക്കിടയിൽ കിട്ടുമോ അത്? ടേപ്പ്. ടേപ്പ് നിനക്ക് കിട്ടാറുണ്ട്. ടേപ്പ് ഓക്കെ, ശരി. അവിടെ സുബിനെ അശ്വമേധം പദ്ധതി. കുഷ്ഠരോഗം. ഓക്കെ. അശ്വമേധം പദ്ധതിയുടെ ആപ്തവാക്യം പറയടാ. നമുക്ക് ഇവിടെ കുഷ്ഠരോഗം പകരുന്നത് എങ്ങനെയാ കുട്ടിയെന്ന് പറഞ്ഞേ? കോണ്ടാക്ട്. ഓക്കെ. ഈ എൽസ പൂർണ്ണ രൂപം? എറാഡിക്കേഷൻ ലെപ്രസി. എറാഡിക്കേഷൻ ഓഫ് ലെപ്രസി. ത്രൂ സെൽഫ് റിപ്പോർട്ടിംഗ് ആൻഡ് അവയർനെസ്. മോനെ സാന്ത്വന പരിചരണം നൽകുന്നത് കിടക്കയിൽ കിടക്കുന്ന കിടപ്പ് രോഗികൾ. കിടക്കയിൽ കിടക്കുന്ന രോഗികൾക്ക്. എടാ, ലോക സാന്ത്വന പരിചരണ ദിനം ഒക്ടോബർ 9. മുസിനെ ഓക്കെ. കുഷ്ഠരോഗ ദിനം ഒക്ടോബർ 9. ഞാൻ എറിഞ്ഞ് കൊല്ലി ഞാൻ 20. ഓക്കെ, ശരി. എടാ, ശയ്യാവലംബരായ രോഗികളെ പരിചരിക്കുന്നവർക്കായി കേരള സർക്കാർ ആരംഭിച്ച ധനസഹായ പദ്ധതി ആശ്വാസകരണം. ഓക്കെ, ശരി. അപ്പോൾ അത്രയേ ഉള്ളൂ പിള്ളേരെ, കേട്ടാ. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ ഈ രാത്രി ഭയങ്കര ടയേർഡാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കളിയും ചിരിയും തമാശയായിട്ടൊക്കെ ഇരുന്ന് പഠിക്കേണ്ടത്. അല്ലാതെ കേട്ടോ ടൈം എടുത്തേ കളയണമല്ല. നിങ്ങൾ പക്ഷേ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളത് കണ്ടു കഴിയുമ്പോൾ ഈ പഠിപ്പിച്ച അത്രയും നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ശരി. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ, ടാറ്റ. പൊക്കോ.